ഹായ് ഹലോ നമസ്കാരം. പതിവിന് വിപരീതമായിട്ട് ഇന്ന് ഞാൻ വന്നേക്കുന്നത് നല്ലൊരു ഈസി പീസി മന്തി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. കുറേ മന്തി റെസിപ്പി ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്ര എളുപ്പത്തിലും ടേസ്റ്റിലും മന്തി ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് ഇനി തോന്നണില്ല. അപ്പൊ നമുക്ക് റെസിപ്പി നോക്കിയാലോ. പക്ഷെ ഇൻഗ്രീഡിയൻസ് 1 by 1 ആയിട്ട് എടുക്കാനുള്ള കാര്യം ഞാൻ അങ്ങ് മറന്നും പോയി. വീഡിയോ കാണുമ്പോഴേ അതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ സാധനങ്ങളൊക്കെ. അരി വേവിക്കാനുള്ള പാത്രത്തിൽ വെള്ളം വെച്ച് ആ വെള്ളം തിളക്കുമ്പോൾ അതിൽ ഗ്രാമ്പൂ, പട്ട, ഏലക്ക അങ്ങനെ സ്പൈസസ് ഉണ്ടല്ലോ, ആ സ്പൈസസ് എല്ലാം ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കുമ്പോൾ അരി അതിലിട്ടിട്ട് വേവിക്കണം. അരി അവിടെ കിടന്ന് വേവണ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ റെഡിയാക്കി വെക്കണം. അപ്പോൾ ഒരു കുക്കറിലേക്ക് കുറച്ച് ചിക്കൻ, അതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം, ഗ്രാമ്പൂ, പട്ട, ഏലക്ക, കുരുമുളക് പൊടി, മാഗി ക്യൂബ്, വലിയ ജീരകം, കുരുമുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഇളക്കി മറിച്ച് അതങ്ങോട്ട് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. നിരത്തി വെച്ച ചിക്കന്റെ മുകളിൽ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിക്കണം. ചിക്കൻ ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ച സമയം കൊണ്ട് നമ്മളെ റൈസ് അവിടെ വെന്തിട്ടുണ്ടാവും കേട്ടോ. പകുതി വേവേ പറ്റുള്ളൂ. ആ പകുതി വേവായ റൈസ് നമ്മൾ ഊറ്റി വെക്കണം. മാരിനേറ്റ് ചെയ്ത ചിക്കന്റെ മുകളിൽ നമ്മൾ പകുതി വേവിച്ച റൈസ് ഉണ്ടല്ലോ അതിടണം. അമ്പയാക്കി ഇടാൻ പാടില്ല കേട്ടോ. അതിനുശേഷം കുറച്ച് റെഡ് കളർ മിക്സ് ചെയ്തതും കുറച്ച് യെല്ലോ കളറും കൂടി അതിന്റെ മുകളിൽ ഒഴിച്ചു വെക്കണം. ഇത് വലിയ നിർബന്ധമുള്ള കാര്യമൊന്നല്ല കേട്ടോ, പക്ഷെ ഞാൻ കുറച്ച് ലുക്ക് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാ. മന്തി എന്ന് പറയുമ്പോൾ നല്ലൊരു സ്മോക്കി എഫക്റ്റ് കിട്ടണ്ടേ അതിന്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ബൗളിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഒരു ചെറിയൊരു കനൽ അതിലിട്ടിട്ട് സ്മോക്കി ആക്കി എടുക്കണം. എന്നിട്ട് ആ കുക്കർ നേരെ ഗ്യാസിൽ വെക്കണം. ഹൈ ഫ്ലെയിമിൽ ഒരൊറ്റ വിസില്. ആ വിസിലും കഴിഞ്ഞ് അതിലെ ഫുൾ എയറും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തുറക്കാം. അങ്ങനെ ആ ഒരു വിസിലും കഴിഞ്ഞ് അതിലെ ഫുൾ എയറും പോയി കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ ഫസ്റ്റ് തന്നെ ആ കനലെടുത്ത് മാറ്റി വെക്കണം കേട്ടോ. പിന്നെ വേറൊരു ബൗളില് ആ റൈസ് ചിക്കന് രണ്ടും സെപ്പറേറ്റ് ആക്കി വെക്കണം. അപ്പൊ ആദ്യം മുകളിലെ റൈസ് എല്ലാം മാറ്റി വരുമ്പോഴേക്കും ആ ചിക്കൻ നല്ല ജ്യൂസി ആയിട്ടുണ്ടാവും. പക്ഷെ എന്റെ ചിക്കൻ കുറച്ച് ചെറുതായി പോയല്ലേ. അപ്പൊ ഒരു ചിക്കൻ ഒരു 8 പീസൊക്കെ ആക്കിയിട്ട് വേണേ ഈ മന്തി ഉണ്ടാക്കാൻ, ഇല്ലെങ്കിൽ ഇതേപോലെ ഉടഞ്ഞു പോകും. എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് അവിടെയാണ് ആദ്യത്തെ. കാരണം ഞാൻ അവിടുന്ന് ബിരിയാണി പീസ് മതി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ലെവലില്ല. പക്ഷെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് മന്തി ഉണ്ടാക്കണം തോന്നിയത്. ഈ മന്തിന്റെ കൂടെ ഞാൻ മയോനൈസും പിന്നെ ടൊമാറ്റോ ചട്നി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ മോനെ അതിൻ്റെ ആ ഒരു സ്മെല്ലും ടേസ്റ്റും പാലിക്കുമ്പോഴേ വെള്ളം വരുന്നുണ്ട് വായിന്ന്. അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് അതിന്റെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് ഇന്നൊന്ന് അറിയിക്കണം കേട്ടോ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.